നമസ്കാരം. ഇന്ത്യയിലെ ഇസ്രയേൽ സ്ഥാനപതി റൂവൻ അസർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഹമാസ് ഭീകര സംഘടന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തങ്ങളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും ശക്തമാക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് തങ്ങളുടെ ശൃംഖല വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹമാസ് ഈ രാജ്യങ്ങളിലെ പ്രാദേശിക ഇസ്ലാമിക ഗ്രൂപ്പുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാസയ്ക്ക് പുറത്ത് ഫണ്ടിംഗ് കണ്ടെത്താനും യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ഹമാസ് പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഉപയോഗിക്കുന്നത്. അതോടൊപ്പം മുൻകരുതലോടെ കാണേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഹമാസിൻ്റെ നാർക്കോ ഭീകരത. നാർക്കോ ഭീകരതയും ഇന്ത്യൻ മണ്ണിലേക്ക് എത്താൻ സാധ്യതയേറുകയാണ്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിന് നേരെ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെ മാതൃകയാക്കി ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും സമാനമായ അക്രമങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിടുന്നതായി ഇസ്രയേൽ സ്ഥാനപതി NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ ആവർത്തിക്കുന്നു. ഹമാസിന്റെ ഈ നീക്കങ്ങളെക്കുറിച്ച് ഇസ്രയേൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് വ്യക്തമായ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായി ഹമാസ് നേതാക്കൾ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയതായി ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഖാലിദ് മിഷാൽ തുടങ്ങിയ മുൻനിര ഹമാസ് നേതാക്കൾ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും തീവ്ര നിലപാടുള്ള സംഘടനകളുടെ റാലികളിലും മതപരമായ ചടങ്ങുകളിലും പങ്കെടുത്തിരുന്നു. പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ മതസംഘടനയായ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് ഹമാസിന് പ്രത്യേക ഓഫീസ് തുറക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും ഹമാസിന് ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. ഗസയിലെ യുദ്ധ സാഹചര്യങ്ങൾ മുൻനിർത്തി ഫലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം എന്ന വ്യാജേന പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകൾ വലിയ തോതിൽ ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ മസ്ജിദ് നിർമ്മാണം, ശീതകാല കിറ്റുകൾ വിതരണം ചെയ്യൽ എന്നിവയുടെ പേരിൽ ഈ രാജ്യങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും പണം പിരിക്കുകയാണ്. ഈ തുകയുടെ ഒരു ഭാഗം ഹമാസിന്റെ ശൃംഖലകളിലേക്കും അവരുടെ തകർന്ന ഭീകര പശ്ചാത്തല സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും മാറ്റപ്പെടുന്നുവെന്ന് സൗത്ത് ഏഷ്യ പ്രസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പരമ്പരാഗത ബാങ്കിംഗ് ചാനലുകൾക്ക് പുറമെ സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാൻ ഹവാല ഇടപാടുകാരെയും കണ്ടെത്താൻ പ്രയാസമുള്ള ക്രിപ്റ്റോ കറൻസി ഇടപാടുകളെയും ഇവർ ഫണ്ട് കൈമാറ്റത്തിനായി ദക്ഷിണേഷ്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ വലിയ വിജയമായി ചിത്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും തീവ്ര നിലപാടുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകൾ യുവാക്കൾക്കിടയിൽ വ്യാപകമായ ഓഫ്ലൈൻ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ഹമാസിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും സന്ദർശനം നടത്തുകയും പ്രാദേശിക തീവ്രവാദ നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം യോഗങ്ങൾ വഴി പ്രാദേശിക വിഘടനവാദ ഗ്രൂപ്പുകളിലെ യുവാക്കളെ തങ്ങളുടെ അന്താരാഷ്ട്ര ശൃംഖലകളിലേക്ക് ആകർഷിക്കാൻ ഹമാസിന് സാധിക്കുന്നു. കശ്മീരിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരരിലേക്ക് ഹമാസിന്റെ അക്രമശൈലികളും തന്ത്രങ്ങളും പകർന്നു നൽകാൻ പാകിസ്ഥാൻ മണ്ണിലെ തീവ്രവാദ ക്യാമ്പുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിന് പുറത്ത് സുരക്ഷിതമായ താവളങ്ങളും ആശയവിനിമയ ശൃംഖലകളും സ്ഥാപിക്കുക എന്നതാണ് ഹമാസ് ലക്ഷ്യമിടുന്നത്. ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ചില രാഷ്ട്രീയ തീവ്രവാദ ഗ്രൂപ്പുകൾ ഹമാസിന് ആവശ്യമായ ലോജിസ്റ്റിക് പിന്തുണയും രാഷ്ട്രീയ സംരക്ഷണവും നൽകുന്നുണ്ട്. സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണം കുറഞ്ഞ ഇടങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള പുതിയ റൂട്ടുകൾ ആസൂത്രണം ചെയ്യാനും മറ്റ് ഭീകര സംഘടനകളുമായി ചേർന്ന് സംയുക്ത ശൃംഖലകൾ നിർമ്മിക്കാനും ഹമാസ് ഈ രാജ്യങ്ങളിലെ അനുകൂല അന്തരീക്ഷം ഉപയോഗിക്കുന്നുണ്ട്. ഹമാസിന്റെ രീതികൾ ഈ ഭീകരരിലേക്കും എത്തുകയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഹമാസ് ഇസ്രയേലിൽ ഉപയോഗിച്ചതിന് സമാനമായ ആസൂത്രണവും തന്ത്രങ്ങളും പ്രകടിപ്പിച്ചതായി അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നു. കശ്മീരിൽ മുൻപ് നടന്നിട്ടുള്ള പരമ്പരാഗത ഭീകരാക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് പിന്തുടരുന്ന പ്രത്യേക യുദ്ധതന്ത്രങ്ങളാണ് ഭീകരർ പഹൽഗാമിൽ ഉപയോഗിച്ചത്. ഹമാസ് ഭീകരർ ഇസ്രയേലിൽ ചെയ്തതുപോലെ പഹൽഗാമിലെ ആക്രമണകാരികളും ഹെൽമെറ്റിൽ ഘടിപ്പിച്ച ബോഡി ക്യാമറകളും ഉപയോഗിച്ച് തങ്ങളുടെ ആക്രമണത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ചിത്രീകരിച്ചു. സുരക്ഷാ സൈനികരെയും സാധാരണക്കാരെയും പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വീഴുന്ന ദൃശ്യങ്ങൾ പശ്ചാത്തലത്തിൽ മതപരമായ സംഗീതം ഉൾപ്പെടുത്തി ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കാനും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനും ഹമാസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. സാധാരണയായി കശ്മീരിൽ ഭീകരർ വിവേചനമില്ലാതെ സുരക്ഷാ സേനയും സാധാരണക്കാരെയും ലക്ഷ്യമിടുമ്പോൾ പഹൽഗാമിൽ ഹമാസ് മോഡലിലുള്ള റിലീജിയൻ സ്ക്രീനിംഗ് നടന്നു. ഇരകളെ നേരിട്ട് വെടിവെക്കുന്നതിന് മുൻപ് അവരുടെ ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിക്കുകയും മതപരമായ ശ്ലോകങ്ങളോ വചനങ്ങളോ ചൊല്ലാൻ നിർബന്ധിക്കുകയും ചെയ്ത ശേഷമാണ് ഭീകരർ ആളുകളെ വധിച്ചത്. ഇസ്രയേലിലെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ സമാധാനപരമായി പങ്കെടുത്ത ജനങ്ങളെ ഹമാസ് വേട്ടയാടിയതിന് സമാനമായി പഹൽഗാമിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളെയാണ് ഭീകരർ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഒരു പ്രദേശം പിടിച്ചടക്കുക എന്നതിലുപരി സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ കടുത്ത ഭീതി ജനിപ്പിക്കുക, പ്രദേശത്തെ സാമ്പത്തിക വ്യവസ്ഥയെയും ടൂറിസത്തെയും തകർക്കുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. ആക്രമണത്തിന്റെ ആസൂത്രണത്തിനും കൃത്യമായ ഏകോപനത്തിനുമായി ഭീകരർ സാധാരണ ഫോൺ നെറ്റ്വർക്കുകൾക്ക് പകരം ഹൈലി എൻക്രിപ്റ്റഡ് ആയ ആപ്പുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചു. ഇത് സുരക്ഷാ ഏജൻസികൾക്ക് ഇവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്നത് പ്രയാസകരമാക്കി.
ഈ ആക്രമണത്തിന് മാസങ്ങൾക്ക് മുൻപ് പാക് അധീന കശ്മീരിലെ റാവൽകോട്ട് പോലുള്ള പ്രദേശങ്ങളിൽ വെച്ച് ഹമാസ് നേതാക്കളും പാക് ഭീകരരും തമ്മിൽ സംയുക്ത യോഗങ്ങൾ ചേർന്നിരുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ ക്യാമ്പുകളിൽ വെച്ച് ഹമാസ് നൽകിയ പ്രത്യേക പരിശീലനമാണ് ഈ പുതിയ ആക്രമണ ശൈലിക്ക് പിന്നിലെന്ന് സംശയമുണ്ട്. ഇത്തരം കൃത്യമായ അടയാളങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പഹൽഗാം ആക്രമണം കേവലം ഒരു പ്രാദേശിക ഭീകരാക്രമണം മാത്രമല്ലെന്നും അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ പ്രത്യയശാസ്ത്രവും തന്ത്രങ്ങളും കടം കൊണ്ടുള്ള പുതിയൊരു ഭീഷണിയാണെന്നും സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത്. പാകിസ്ഥാനിൽ ഹമാസ് എത്തിയതിനേക്കാൾ ഇന്ത്യക്ക് ഭീഷണിയാവുക ബംഗ്ലാദേശിലെ ഹമാസ് ഭീകരതയുടെ സാന്നിധ്യമാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണം അവസാനിച്ചതോടെ ബംഗ്ലാദേശിൽ മതേതര നിയന്ത്രണങ്ങൾ അയഞ്ഞു. താൽക്കാലിക ഭരണകൂടത്തിന് കീഴിൽ കടുത്ത ഇസ്ലാമിക ഗ്രൂപ്പുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചത് ഹമാസിന് ബംഗ്ലാദേശിലേക്ക് എളുപ്പത്തിൽ കടന്നു കയറാൻ വഴിയൊരുക്കി. ഇസ്രായേൽ വിരുദ്ധത മുൻനിർത്തി മുസ്ലിം രാജ്യങ്ങളിൽ പൊതുവായിട്ടുള്ള വികാരം മുതലെടുത്താണ് ഹമാസ് ബംഗ്ലാദേശിൽ സാന്നിധ്യം അറിയിക്കുന്നത്. കശ്മീരിലെയും ഫലസ്തീനിലെയും പോരാട്ടങ്ങൾ ഒന്നാണെന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തിയാണ് ഇവർ ബംഗ്ലാദേശിലെ യുവാക്കളെ സ്വാധീനിക്കുന്നത്. ബംഗ്ലാദേശിൽ ഹമാസിന് രാഷ്ട്രീയമായ പിന്തുണ നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമി, മൗലികവാദ ഗ്രൂപ്പായ അൽ മർക്കുസുൽ ഇസ്ലാമി എന്നിവരാണ്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ ഏകോപനത്തോടെയാണ് ഹമാസ് നേതാക്കൾ ബംഗ്ലാദേശിലെ പ്രാദേശിക ഗ്രൂപ്പുകളുമായി സമ്പർക്കം പുലർത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കക്ഷികൾ ഹമാസിന്റെ മുൻനിര നേതാക്കളായ ഖാലിദ് മിഷാൽ, ഷെയ്ഖ് ഖാലിദ് ഖദൂമി തുടങ്ങിയവർക്ക് ബംഗ്ലാദേശിൽ പൊതുചടങ്ങുകളും റാലികളും നടത്താൻ സൗകര്യമൊരുക്കി നൽകിയിട്ടുണ്ട്. സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില തീവ്ര സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഹമാസിന് അനുകൂലമായ ആശയ പ്രചാരണങ്ങൾക്കും റിക്രിയേഷനും ബംഗ്ലാദേശിൽ വേദിയൊരുക്കുകയാണ്. ഹമാസ് കേവലം ഗസയിലെ നികുതി പണം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയല്ല. ഇറാൻ, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക ആയുധ സഹായങ്ങൾ ഹമാസിന് വർഷം തോറും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശൃംഖല വ്യാപിപ്പിക്കാൻ അവർക്ക് പണത്തിന് ബുദ്ധിമുട്ടില്ല. ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനെന്ന പേരിൽ ബംഗ്ലാദേശിലെ പ്രാദേശിക മതസംഘടനകൾ പൊതുജനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വലിയ തോതിൽ പണം പിരിക്കുന്നുണ്ട്. ഈ തുകയുടെ ഒരു വലിയ പങ്ക് ഹമാസിന്റെ ഭീകര പ്രവർത്തനങ്ങൾക്കായി മാറ്റപ്പെടുകയാണ്. അതായത് ഹമാസ് അങ്ങോട്ട് പണം മുടക്കുകയല്ല, പകരം ബംഗ്ലാദേശിൽ നിന്ന് പണം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. മയക്കുമരുന്ന് വിതരണത്തിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ഇസ്ലാം ഹറാമാക്കിയെന്ന് പറയുന്ന ലഹരി വസ്തുക്കളാണ് അഫ്ഗാനിലെ താലിബാന്റെയൊക്കെ പ്രധാന വരുമാന മാർഗം. ഗ്രാമങ്ങളിൽ ഓപ്പിയം ചെടികൾ നടാൻ താലിബാൻ തന്നെ കൊടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഡ്രഗ് മണിയാണ് താലിബാനെ ഫലത്തിൽ നിലനിർത്തുന്നത് എന്ന് BBC തന്നെ ഒരിക്കൽ എഴുതുകയുണ്ടായി. ഇത് താലിബാന്റെ മാത്രം കാര്യമല്ല, ഹമാസ് അടക്കമുള്ള ഭീകരരും ഈ നാർക്കോ ടെററിസ്റ്റ് ശൃംഖലയുടെ ഭാഗമാണ് എന്നതാണ് ചാനൽ 4 പോലുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഞെട്ടിക്കുന്ന സത്യം. മുമ്പ് ISIS ഭീകരർ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ജിഹാദി ഡ്രഗ് എന്ന് വിളിക്കുന്ന ക്യാപ്റ്റൻ ഗുളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹമാസ് ഭീകരരാണ്. ഒക്ടോബർ 7-ന് ഇസ്രയേലിന് നേരെ ഹമാസ് നടത്തിയ ക്രൂരമായ കൂട്ടക്കൊലകൾക്ക് പിന്നിൽ ക്യാപ്റ്റഗൺ എന്ന ലഹരി മരുന്നിന് വലിയ പങ്കുണ്ടെന്ന് സുരക്ഷാ ഏജൻസികളും മാധ്യമങ്ങളും കണ്ടെത്തിയിരുന്നു. ഇസ്രയേൽ അതിർത്തിക്കുള്ളിൽ വെച്ച് കൊല്ലപ്പെടുകയും പിടികൂടപ്പെടുകയും ചെയ്ത നൂറുകണക്കിന് ഹമാസ് ഭീകരരുടെ പോക്കറ്റുകളിൽ നിന്ന് ഈ ഗുളികൾ IDF കണ്ടെടുക്കുകയുണ്ടായി. അതിക്രമങ്ങൾ നടത്തുന്നതിന് തൊട്ടു മുൻപ് ഭീകരർ ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങളും പീഡനങ്ങളും ഭയമോ മടിപ്പോ കൂടാതെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചത് ഈ മരുന്നിൻ്റെ ലഹരിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 7-ന് മുമ്പ് തന്നെ ക്യാപ്റ്റൻ ഗുളികൾ ഗാസ സ്ട്രിപ്പിലേക്ക് വലിയ തോതിൽ കടത്താൻ ശ്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നും ജോർദാൻ വഴി ഇസ്രയേലിലേക്കും അവിടെ നിന്ന് ഗാസയിലേക്കും ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ലക്ഷക്കണക്കിന് ക്യാപ്റ്റൻ ഗുളികൾ ഇസ്രയേൽ അതിർത്തി രക്ഷാസേന പലതവണ പിടികൂടിയിരുന്നു. ഫെനിത്തിലൈൻ എന്ന കെമിക്കൽ അടങ്ങിയ ഒരു ഉത്തേജന ഔഷധമാണ് ക്യാപ്റ്റഗൺ. പാവങ്ങളുടെ കൊക്കൈൻ എന്നും ഇതിന് പേരുണ്ട്. ഈ ഗുളിക കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ കടുത്ത ഊർജ്ജം ലഭിക്കുകയും ദിവസങ്ങളോളം ഉറക്കവും വിശപ്പും അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യും. വേദനയും അനുകമ്പയും ഇല്ലാതാകുന്നു. കടുത്ത ആത്മവിശ്വാസവും ക്രൂരത ചെയ്യാനുള്ള മാനസികാവസ്ഥയും ഉണ്ടാക്കും. ശരീരത്തിന് ഏൽക്കുന്ന പരിക്കുകളുടെ വേദന പോലും ഈ ലഹരിയിൽ ഭീകരർ അറിയാറില്ല. അതുകൊണ്ടാണ് ഇതിനെ കെമിക്കൽ കറേജ് എന്ന് വിളിക്കുന്നത്. സിറിയയിലും ഇറാഖിലും ISIS ഭീകരർ തങ്ങളുടെ ആക്രമണങ്ങൾക്കും ആത്മഹത്യാ ആക്രമണങ്ങൾക്ക് മുൻപും ഈ ഗുളികൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നു. ദീർഘനേരം ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനും ക്രൂരതകൾ ചെയ്യാനും ISIS ഇത് ഉപയോഗിച്ചതോടെയാണ് ഇതിന് ജിഹാദി ഡ്രഗ് എന്ന പേര് വീണത്. 2015-ൽ പാരീസിൽ ISIS നടത്തിയ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരും ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നതായി അന്ന് കണ്ടെത്തിയിരുന്നു. ഉപയോഗം മാത്രമല്ല, ഇതിൻ്റെ കച്ചവടവും ഹമാസ് നടത്തുന്നുണ്ട്. ക്യാപ്റ്റഗൺ വിൽപ്പനയും ഹമാസ് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ ഭീകര സംഘടനകൾ നടത്തുന്നുണ്ട്. നിലവിൽ സിറിയയും ലെബനനിലെ ഹിസ്ബുള്ള ടെറിട്ടറിയുമാണ് ക്യാപ്റ്റഗണിൻ്റെ പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങൾ. ഇവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കും മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇത് കടത്തുന്നത് വഴി കോടിക്കണക്കിന് ഡോളറാണ് ഹമാസ് പോലുള്ള സംഘടനകൾക്ക് ലാഭമായി ലഭിക്കുന്നത്. ക്യാപ്റ്റഗണിൻ്റെ പ്രധാന നിർമ്മാതാക്കൾ സിറിയയിലെ അസദ് ഭരണകൂടവും ലെബനനിലെ ഹിസ്ബുള്ളയുമാണ്. ഈ രണ്ട് വിഭാഗങ്ങൾക്കും ഹമാസിനും സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുന്നത് ഇറാനാണ്. ഈ ഇറാൻ അനുകൂല സഖ്യത്തിന്റെ ഭാഗമായതിനാൽ സിറിയയിലും ലെബനനിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ മരുന്ന് വളരെ എളുപ്പത്തിൽ ഹമാസ് ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചേരാൻ വഴിയൊരുങ്ങുന്നു. ഇവിടെയാണ് ഹമാസ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എത്തിയെന്ന വാർത്ത കൂട്ടി വായിക്കേണ്ടത്. അതോടെ ഇന്ത്യക്ക് നേരെയുള്ള പരോക്ഷമായ നാർക്കോ ജിഹാദിൻ്റെ തുടക്കം കൂടിയാവുകയാണിത്.
സുരക്ഷാ നിരീക്ഷകരുടെയും ഇന്റലിജൻസ് ഏജൻസികളുടെയും വിലയിരുത്തൽ പ്രകാരം പാകിസ്ഥാനേക്കാൾ ബംഗ്ലാദേശിൽ ഹമാസ് സാന്നിധ്യം ഉറപ്പിക്കുന്നത് ഇന്ത്യക്ക് അതീവ ഗുരുതരവും നേരിട്ടുള്ളതുമായ സുരക്ഷാ ഭീഷണിയാണ്. പാകിസ്ഥാൻ അതിർത്തി കടുത്ത സൈനിക നിരീക്ഷണത്തിലും വേലികളാൽ സുരക്ഷിതവുമാണെങ്കിൽ ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി ഭൂമിശാസ്ത്രപരമായി തികച്ചും വ്യത്യസ്തവും നുഴഞ്ഞുകയറ്റത്തിന് സാധ്യതയേറിയതുമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 4096 കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിൽ വലിയൊരു ഭാഗം നദികളും കാടുകളും മലയോര മേഖലയും ആയതിനാൽ പൂർണ്ണമായി വേലി കെട്ടിത്തിരിക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും വ്യാജരേഖകൾ ചമച്ചും നുഴഞ്ഞുകയറ്റ ശൃംഖലകൾ വഴിയും ഇവർക്ക് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് കടക്കാൻ സാധിക്കും. ബംഗ്ലാദേശിന് തൊട്ടടുത്തുള്ള സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻസ് നെക്ക് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഇടനാഴിയാണ്. ഈ മേഖലയ്ക്ക് സമീപം ഭീകരർ താവളം ഉറപ്പിച്ചാൽ അത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയും ആഭ്യന്തര സമാധാനത്തെയും നേരിട്ട് ബാധിക്കും. ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയും പ്രാദേശിക സ്ലീപ്പർ സെല്ലുകൾ വഴിയും ഇന്ത്യൻ യുവാക്കളെ സ്വാധീനിക്കാനും അവരെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കാനും ഹമാസിന് ബംഗ്ലാദേശിലിരുന്ന് എളുപ്പം സാധിക്കും. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികൾ വഴി വലിയ തോതിൽ ലഹരിമരുന്ന് കടത്തുന്നത് നിലവിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. പരമ്പരാഗത വഴികൾക്ക് പകരം അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇവർ ഇതിനായി ഉപയോഗിക്കുന്നത്. അതിർത്തി സുരക്ഷാ സേനയുടെ കണ്ണുവെട്ടിച്ച് ഹെറോയിൻ തുടങ്ങിയ മാരക ലഹരിമരുന്നുകൾ ഇന്ത്യയിലേക്ക് തള്ളാൻ പാക് കള്ളക്കടത്തുകാർ വ്യാപകമായി വലിയ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 മാസത്തിനിടെ മാത്രം 400-ലധികം ഡ്രോണുകളാണ് പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് പിടിച്ചെടുത്തത്. സുരക്ഷാ സേനയുടെ ജാമറുകളെ പ്രതിരോധിക്കാൻ സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയ തരം ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഡ്രോണുകൾ വഴി ലഹരിമരുന്ന് മാത്രമല്ല ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും ഭീകരപ്രവർത്തനങ്ങൾക്കായി വിദേശ നിർമ്മിത തോക്കുകളും ഗ്രനേഡുകളും പാകിസ്ഥാൻ കടത്തുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ പഞ്ചാബ് സർക്കാർ അതിർത്തികളിൽ ബാജ് അഖ് എന്ന ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് അതിർത്തി വഴിയുള്ള കടത്ത് മറ്റൊരു രീതിയിലാണ്. മെത്താംഫെറ്റമിനും കഫീനും കലർന്ന യാബ എന്ന ഉത്തേജന ഗുളികകളാണ് ബംഗ്ലാദേശ് അതിർത്തി വഴി പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ, അസം മേഖലകളിലേക്ക് വലിയ തോതിൽ വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ യാബ ഗുളികകളും ഹെറോയിനും ഈ അതിർത്തിയിൽ വെച്ച് BSF പിടികൂടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് നിരോധിച്ച കഫ് സിറപ്പുകളായ ഫെൻസിഡിൽ പോലുള്ളവ ബംഗ്ലാദേശിലേക്കും അവിടെ നിന്ന് കൃത്രിമ ലഹരി മരുന്നുകൾ ഇന്ത്യയിലേക്കും പരസ്പരം കടത്തുന്ന വലിയൊരു ശൃംഖല ഇവിടെ സജീവമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ജിഹാദി ഡ്രഗ് കൂടി ഇന്ത്യയിലെത്തിയാലുള്ള അവസ്ഥ എന്താകും? ഈ ഭീഷണി മുന്നിൽ കണ്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും അതിർത്തി സുരക്ഷാ സേനയും അതീവ ജാഗ്രതയിലാണ്. ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതിർത്തികളിൽ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായി തടയുന്നതിനായി ഇന്ത്യ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സ്മാർട്ട് ബോർഡർ സുരക്ഷാ സംവിധാനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ ഭീഷണി ഇന്ത്യ അനുഭവിക്കാൻ പോകുന്നത് മയക്കുമരുന്നിൻ്റെ കാര്യത്തിലാണ്. ഹമാസ് വഴി വരുന്നത് നാർക്കോ ജിഹാദിസം എന്ന ഡേർട്ടി ബിസിനസ്സാണ്.